الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وصحابه المرتضى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عوف الناشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഏറ്റവും സുന്ദരമായ സുന്ദരമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ എത്തിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമുക്കറിയാം, അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. നരകമോചനത്തിൻ്റെ 10 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവസാനത്തെ 10-ലെ ഒറ്റയൊറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടണമെന്ന ആ വലിയ ഒരു അടയാളത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും 27-ന്റെ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സ്വർഗം കരസ്ഥമാക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് ഭയാനകരമാകുന്ന നരകാഗ്നിയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുക എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു, അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ അത് സ്വർഗപ്രവേശനത്തിന്റെ 10 എന്നല്ല പഠിപ്പിച്ചത്. ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന 10 എന്നാണ് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കരസ്ഥമാക്കുന്നതിനേക്കാളും വലിയ വിജയമാണ് ഭയാനകരമാകുന്ന നരകാഗ്നിയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുക എന്നുള്ളത്. റമളാനിലെ അവസാനത്തെ 10 ഇത്ഖും മിനന്നാർ അഥവാ നരകമോചനത്തിൽ നിന്നുള്ള 10 എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ പാപങ്ങൾ കാരണം നരകം ഉറപ്പായി പോയ അനേകായിരം മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റി സ്വർഗാവകാശികളുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്ന അതിമഹത്തരമായ ദിനരാത്രങ്ങൾ. അതാണ് ആഖിറുഹു ഇത്ഖും മിനന്നാർ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാതുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരൊരുവൻ നരകാഗ്നിയിൽ നിന്നും അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ, അവനാണ് യഥാർത്ഥ വിജയമുള്ളത്. ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാതുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതികമായ ലോകമെന്ന് പറഞ്ഞാൽ അത് കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ, ഈ ഭൗതികമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു
കബളിപ്പിക്കപ്പെടുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നലില്ലാഹി ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വലൈല. ഓരോ രാത്രിയിലും ഓരോ പകലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും അല്ലാഹുവിൻ്റെ അടിമകളെ, അനേകായിരം അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. ഓരോ അടിമകൾക്കും അല്ലാഹു ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആയുണ്ടായിരിക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ അവർ എത്രത്തോളം നരകത്തെ ഓർത്ത് കയറുന്നിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിവിടെ തുടക്കത്തിൽ പാടിവെച്ച അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വൃത്താന്തം അറിയിച്ച 10 പേർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെ ഓരോ സഹാബത്തിന്റെയും മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ സ്വർഗാവകാശിയിൽപ്പെട്ടവരാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹാബത്തെല്ലാം നരകമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കേൾക്കുമ്പോൾ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ വാവിട്ട് കരയുമായിരുന്നു. എന്തോരം കരച്ചിലാണ് അവർ കരഞ്ഞിരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ഭയന്നിട്ട് നിരന്തരം കരഞ്ഞ കണ്ണുനീർ ചാരിട്ടിങ്ങനെ ഒഴുകിയിട്ട്, നരകത്തെ ഭയന്ന് കരഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ചാരിട്ടൊഴുകിയിട്ട് കണ്ണിന്റെ ഭാഗത്ത്, കണ്ണിൽ നിന്നും താഴോട്ട് കവിളിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചാല് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് കാണാൻ കഴിയും. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അവസ്ഥയും ഇതേപോലെ തന്നെയായിരുന്നു. അവരെല്ലാം നരകത്തെ ഓർത്തു വല്ലാതെ കരയുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, പരിശുദ്ധമായ റമളാനായി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകുന്നത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വാതായനങ്ങളെയെല്ലാം കൊട്ടിയടക്കപ്പെടുമെന്നുള്ളതാണ്. നരകത്തിന്റെ വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെടും. അത്രയും വലിയ സൗഭാഗ്യമാണ് ഈ ഉമ്മത്തി മുഹമ്മദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. മാത്രമല്ല, ഓരോ നോമ്പ് തുറയുടെ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിർബന്ധമാക്കപ്പെട്ട ആളുകളെ നരകത്തിൽ നിന്നും വെട്ടിമാറ്റി സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ചേർക്കപ്പെടും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഇൻദ കുല്ലി ഫിത്രി ഉതഖാ വദാലിക ഫീ കുല്ലി ലൈല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും നോമ്പ് തുറക്കുന്ന സന്ദർഭമുണ്ടല്ലോ, നോമ്പ് തുറക്കുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ പിടിക്കുന്ന നോമ്പ് അത് നരകത്തെ തൊട്ടുള്ള ഒരു പരിചയമാണ്, ഒരു കവചമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുത്തുനബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അസ്സിയാമു ജുന്നത്തും മിനന്നാർ. അസ്സിയാമു നോമ്പ് എന്ന് പറഞ്ഞാൽ ജുന്നത്തും മിനന്നാർ, അത് നരകത്തെ തൊട്ടുള്ളൊരു കവചമാണ്, ഒരു പരിചയ പോലെയാണ്. കജുന്നത്തി അഹദുക്കും മിനൽ ഖിതാൽ, നിങ്ങൾ ഓരോരുത്തരും യുദ്ധത്തിൽ വേണ്ടി പുറപ്പെടുമ്പോൾ ഒരു പരിചയം നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെ തൊട്ട് തടഞ്ഞു നിർത്തുന്ന ഒരു കവചം പോലെയാണ്, ഒരു പരിചയ പോലെയാണ് നോമ്പ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഇങ്ങനെയൊക്കെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് നൽകുന്നത്? എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം, എങ്ങനെയും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ട് ആരെങ്കിലും ഒരാൾ നോമ്പ് പിടിച്ചാൽ അവനെ നരകത്തിൽ നിന്നും
70 വർഷത്തെ വഴിദൂരത്തെ അകലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തുമെന്നാണ്. ഒരാൾ നോമ്പ് പിടിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തിയിലായി ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരാൾ നോമ്പ് പിടിച്ചാൽ അവനെ 70 വർഷത്തെ വഴിദൂരത്തേക്ക് നരകത്തിൽ നിന്നും വഴിദൂരത്തിലെ അകലെയാക്കും. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കാണിക്കുകയാണ്. എങ്ങനെയും ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടണം. നരകത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഐനാനി ലാ തമസ്സുഹുമന്നാർ, 2 കണ്ണുകൾ, ആ 2 കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഐനുൻ, ഒരു കണ്ണ്, ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹുവിനെ ഭയന്നിട്ട് കരയുന്ന കണ്ണുകൾ, ആ കണ്ണുകളെ അള്ളാഹുവിന്റെ നരകം സ്പർശിക്കുകയില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈനുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവലിരുന്ന് ഉറക്കമൊഴിച്ച കണ്ണും, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവലിരുന്നിട്ട് ഉറക്കമൊഴിച്ച കണ്ണും നരകത്തിൽ സ്പർശിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദൽ ലബനു ഫിൽ ദറ, കറന്നെടുത്ത അകിടിൽ നിന്നും കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് കയറുകയില്ലല്ലോ. അത് കയറിയാൽ പോലും അസംഭവ്യമായ കാര്യമാണ്, ഒരിക്കലും സംഭവിക്കുകയില്ല. എന്നതുപോലെ അള്ളാഹുവിനെ ഓർത്തിട്ട് കരയുന്ന കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഐനുൻ ബഖത്തു മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണുകൾ. ഇവിടെ ഖശിയത്ത് എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖൗഫ് എന്ന പദമല്ല, സാധാരണ ഭയത്തിൽ നിന്നും വ്യത്യസ്തമായതാണ് ഖശിയത്ത്. എന്നാൽ അള്ളാഹുവിനോടുള്ള അറിവ് കൊണ്ട്, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് ഭയപ്പെടുന്നതിനാണ് ഖശിയത്ത് എന്ന് പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയുമല്ലോ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ അറിവുള്ളവരാണ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല അറിവുള്ളവരാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് ഭയമുണ്ടാകും. അതെങ്ങനത്തെ ഭയമാണ്? പേടിപ്പെടുത്തുന്ന ഭയമല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ആ മഹത്വവും ആ പ്രതാപവും അള്ളാഹുവിന്റെ വലിയ ഔന്നിത്യത്തെയും മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു ഭയമുണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഭയമാണ് ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാദത് ഐനാ, ഒരു വ്യക്തി അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് കരയുകയാണ്. ഇങ്ങനെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അർശിന്റെ തണലുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നരകത്തെ തൊട്ട് നാം കാവലിനെ ചോദിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 സ്വർഗപ്രവേശനത്തിന്റെ 10 എന്ന് പഠിപ്പിക്കാതെ നരകമോചനത്തിന്റെ 10 എന്ന് പറയാൻ കാരണം അത് വലിയ അപകടമാണ്, നരകത്തിൽ സ്പർശിക്കുക എന്നുള്ളത്. അതിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണം. ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്നും ഒഴിവാകണേ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും ആ നരകത്തിന്റെ ഭീകരത എത്രത്തോളം വലുതാണെന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെ സൂക്ഷിക്കണം, വഅഹ്ലീകും, നിങ്ങളുടെ അഹ്ലുകാരെയും സൂക്ഷിക്കണം, നാറാ, കത്തിയാളുന്ന നരകത്തിൽ നിന്നും സൂക്ഷിക്കണം, വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെ കത്തിപ്പിക്കപ്പെടുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശദീദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ
നരകത്തിന്റെ കാവൽക്കാരായി നിലകൊള്ളുന്ന മലായിക്കത്തുകളുണ്ടല്ലോ, മലായിക്കത്തുൻ ഖിലാലുൻ, കഠിനശക്തരായ മലക്കുകളാണ്, പരുഷ സ്വഭാവമുള്ള മലക്കുകളാണ്. അള്ളാഹു അവരോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിൽ നിന്നും അവർ തെന്നിമാറുകയോ അവർ അനുസരണക്കേട് കാണിക്കുകയോ ഇല്ല. അള്ളാഹു അവരോട് എന്താണോ കൽപ്പിച്ചത് അത് അപ്രകാരം പ്രവർത്തിക്കുന്ന മലായിക്കത്തുകളാണ്. ഒരു തരിമ്പ് പോലും മാനസികമായി നമുക്കൊക്കെ ഒരു ശിക്ഷ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിപത്തിൽ നമ്മളോട് എത്ര മോശമായി പെരുമാറിയവനാണെങ്കിൽ പോലും ചില രോഗങ്ങളൊക്കെ ചില വ്യക്തികൾക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുമല്ലോ, അവൻ എത്ര നമ്മളെ ഉപദ്രവിച്ചാലും അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും കൊടുക്കണ്ടായിരുന്നു. കാരണം ഒരു മനസ്സലിവ് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെ ഒരു മനസ്സലിവും തോന്നാത്ത രൂപത്തിലാണ് അള്ളാഹു അങ്ങനെയുള്ള മലക്കുകളെയാണ് അവരെ പാറാവുകാരായി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. മിഅ്റാജിന്റെ രാത്രിയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗത്തെയും നരകത്തെയും കണ്ടല്ലോ. അങ്ങനെ നരകത്തെ കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വർഗത്തിൽ വെച്ചും നരകത്തിൽ വെച്ചും ഓരോ മലായിക്കത്തുകളും വന്ന് പൊതിയാറുണ്ട്, വിശേഷങ്ങൾ തിരക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത് വരികയോ കുശലങ്ങൾ ചോദിച്ചറിയുകയോ ചെയ്തില്ല. മുത്തുനബിക്ക് വിഷമമായി. മഹാനായ സയ്യിദിന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങ് വിഷമിക്കണ്ട, ഇന്നഹു മാലിക്കുൻ, അത് മാലിക്കാണ്, ഹാസിനുന്നാർ, നരകത്തെ കാക്കുന്നതായ മലക്കാകുന്നു, ഹാസിനുന്നാർ, നരകത്തെ കാക്കുന്ന മലക്കാണ്. ഇന്നഹു ലം യൽഹഖു ഖത്തു, തീരെ തന്നെ ചിരിച്ചിട്ടില്ല ആ മലക്ക്. ലൗ ലഹിക ലി അഹദിൻ, ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചിരിക്കുമായിരുന്നുവെങ്കിൽ ലഹിക ലക നബിയെ, അങ്ങയെ കാണുമ്പോഴെങ്കിലും ചിരിക്കുമായിരുന്നു. പക്ഷേ അങ്ങയെ കണ്ടിട്ടും ചിരിക്കുന്നില്ലെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം മനസ്സലിവില്ലാത്ത രൂപത്തിലാണ് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആയത്തുകളിലൂടെയാണ് നരകത്തെ തൊട്ട് പറഞ്ഞിരിക്കുന്നത്, നരകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നരകത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം. നരകത്തിൽ നിന്നും ഒഴിവാകാൻ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ അതാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറത്തിൻ, ഒരു കാരക്കയുടെ കീറെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ നരകത്തിൽ നിന്നും ഒഴിവാകണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ നരകഭയം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കണ്ട കാഴ്ചയിൽ ഏറ്റവും എന്നെ പ്രയാസപ്പെടുത്തിയ ഒരു കാഴ്ച അത് നരകത്തിന്റെ കാഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലഖദ് റഅയ്തുന്നാറ ഫലം നറാകൽ യൗമി മൻദറ അഫ്ളഅ, ഞാൻ നരകം കണ്ടു, ഇന്നത്തെ ആ കാഴ്ചയേക്കാൾ ഭയാനകരമായ ഒരു കാഴ്ചയും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി തങ്ങൾ നരകത്തെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നബി തങ്ങൾക്ക് എന്തെല്ലാം പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള കാഴ്ചകൾ കണ്ടവരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിച്ചതിന്റെ പേരിൽ സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഗുഹ്യഭാഗത്തേക്ക് ഇരുമ്പിന്റെ ദണ്ഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടവർ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പല വാർത്തകളും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കണ്ണുകളെ കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല റസൂലുള്ള പറയുന്നത്. ഇന്നേ ദിവസത്തിൽ കണ്ട ഈ നരകത്തിന്റെ കാഴ്ചയുണ്ടല്ലോ, ഇതുപോലെ ഏറ്റവും ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അതിനു വേണ്ടിയാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനിലെ ഓരോ പത്തുകളും ആ റമളാനിൽ തന്നെ അവസാനത്തെ 10 ഇത്കും മിനന്നാർ, നരകമോചനത്തിന്റെ 10 എന്ന് സവിശേഷമായ 10 നൽകുകയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടൂ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനരാത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് കരച്ചിലുണ്ടാവണം. മഹത്തുക്കളാകുന്ന
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നടയെ പറയപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷ വൃത്താന്തം അറിയിച്ച 10 പേരോടും അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ ആ സ്വഹാബത്ത് അവർ സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്. എന്നിട്ടും നരകത്തെക്കുറിച്ച് പറയുമ്പോ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോ ഓരോ രാത്രിയിലും നരകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കരയുമായിരുന്നു. നമുക്കെന്തേ നരകത്തെക്കുറിച്ച് ചിന്തയില്ലാത്തത്? നമ്മളെന്തേ കരയാത്തതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദികൽ ഖുലൂബ് തസ്ദൗ കമാ യസ്ദൗൽ ഹദീദ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലരെ, ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ ഞങ്ങൾക്കറിയാം, എപ്രകാരമാണ് ഹൃദയത്തിന്റെ തുരുമ്പുകളെ ഞങ്ങൾ കഴുകിക്കളയേണ്ടത്, എപ്രകാരമാണ് വൃത്തിയാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. മറ്റൊന്ന് ഖുർആൻ, തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിത്യമാക്കിയാൽ നിങ്ങളുടെ ഹൃദയം സരളമാകും, നിങ്ങൾക്ക് കരച്ചിൽ വരും. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ട്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ട്, സ്വർഗം പറഞ്ഞിട്ട്, നരകം പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയങ്ങൾ സരളമാകുന്നില്ലേ എങ്കിൽ നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവിൻ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുവിൻ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ, അയലത്തെ വീട്ടിലെ ആരെങ്കിലും മരിക്കുന്നതിനെ പറ്റിയല്ല. ഞാൻ മരിച്ചാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും. ഞാൻ മരിച്ചാൽ എൻ്റെ വീട്ടിൻ്റെ മട്ടുപ്പാവിൽ, എൻ്റെ വീട്ടിൻ്റെ വാതിൽ കൊണ്ടുവന്ന് എൻ്റെ മയ്യത്ത് കിടത്തുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ ഓരോരുത്തരും കുളിപ്പിക്കുന്നൊരവസ്ഥ. എല്ലാ ദിവസവും നമ്മൾ സ്വയമാണ് കുളിക്കുന്നതെങ്കിൽ ഇന്ന് മറ്റുള്ളവരാൽ നമ്മളെ കുളിപ്പിക്കപ്പെടുകയാണ്. എല്ലാ ദിവസവും ഏറ്റവും സുന്ദരമായ വസ്ത്രം തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ധരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം 3 കഷ്ണം തുണി നമ്മളെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 കഷ്ണം പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ വീടിന്റെ വാതിക്കൽ കൊണ്ടുവെക്കുമ്പോൾ പലരും വന്ന് പറയും, ഇങ്ങനെ ഓരോരുത്തരും വന്ന് വിഷമിച്ചു കൊണ്ടിരിക്കും. എത്ര ദിവസമുണ്ടാകും ആ വിഷമം? കൂടി വന്നാൽ 3 ദിവസം. എത്ര പ്രിയപ്പെട്ടവ കൂട്ടുകാരന്മാരാണെങ്കിലും അവർ പിന്നെ ഭൗതികമായ ലോകത്തിന്റെ പിന്നാലെ പോകുമ്പോ നമ്മൾ 6 അടി മണ്ണിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെപ്പോലെ മാംസവും മജ്ജയും ഉണ്ടായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായി പല ഓട്ടങ്ങൾ ഓടിയ പലരുമാണ് ഇന്ന് ഈ പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന ആളുകൾ. എത്രയോ കുതികാല് വെട്ടിയവരുണ്ട് ഇല്ലേ? എത്രയോ വഞ്ചനകൾ നടത്തിയവരാ, അവരൊക്കെ ഇന്ന് ഖബറിലില്ലേ? നമ്മളും അങ്ങനെയാണോ? നമ്മൾ മാറണ്ടേ? നമ്മൾ മാറി ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ സന്നദ്ധരാവണം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കരയണം. അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാ കരഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിലിനെ പറ്റി മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ വീട്ടിൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഊഴമനുസരിച്ച് എൻ്റെ വീട്ടിൽ കിടക്കേണ്ട സന്ദർഭം. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വിരിപ്പിൽ കിടക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹി എഴുന്നേറ്റു. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റു. അപ്പോ ഞാൻ കൈകളെ പിടിച്ച് വീണ്ടും മെത്തയിലേക്ക് തന്നെ, ആ വിരിപ്പിലേക്ക് തന്നെ ചേർത്ത് വെച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൈ തട്ടി മാറ്റിയിട്ട് എഴുന്നേറ്റ് പോയി അങ്ങനെ വുളൂ ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തു. ഫഖാമ ഫസല്ലാ മാ ശാഅ യഖൂമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നുണ്ട്. നിസ്കാരത്തിൽ പ്രവേശിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ സരളമാകുമെന്ന് മുത്തുനബി പഠിപ്പിച്ചില്ലേ? നമ്മൾ ഖുർആൻ ഓതുമ്പോ അതിന്റെ അർത്ഥം അറിഞ്ഞാൽ ഓതാൽ ഏറ്റവും നല്ലത്. ഒരാൾക്ക് അർത്ഥം അറിഞ്ഞില്ല എങ്കിലും കുറെ നേരം ഇങ്ങനെ ഖുർആൻ ഓതിയാൽ അറിയാതെ അവന്റെ ഹൃദയം ഒന്ന് പിടപിടക്കുമെന്ന് കണ്ണുനീര് വരും. അങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? വെറുതെ അർത്ഥമൊന്നും അറിയില്ല എങ്കിലും ഇങ്ങനെ ഓതി വരുമ്പോ, ആ ഓത്തിൽ ഇങ്ങനെ ലയിച്ചു പോകുമ്പോ അറിയാതെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടോ? എങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം സരളമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകിയവർക്ക് അങ്ങനെ കരയാൻ കഴിയൂ.
അങ്ങനെ കരയാൻ കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ കരച്ചിൽ വന്നു നബി തങ്ങൾക്ക്. ഫബ്തല്ല ലഹിയഹു ഫബ്തല്ല സദ്റഹു ഫബ്തല്ല ഖമീസഹു. നബി തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കാൻ നിന്നപ്പോ ആ കരച്ചിൽ ഇങ്ങനെ വന്നിട്ട് നബി തങ്ങളുടെ താടിരോമങ്ങൾ ഇങ്ങനെ നനയാൻ തുടങ്ങി. ഫബ്തല്ല സദ്റഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിന്റെ ഭാഗം ഇങ്ങനെ നനഞ്ഞു, കണ്ണുനീര് വീണിട്ട്. ഫബ്തല്ല ഖമീസഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമീസും നനഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുദീർഘമായി അങ്ങനെ നിസ്കരിക്കുകയാണ്. പിന്നീട് റുകൂയിൽ പോയി. മാഷാ അയ്യർകാ, മുത്തുനബി തങ്ങൾ റുകൂ ചെയ്യാൻ എത്രത്തോളം ഉദ്ദേശിച്ചോ അത്രത്തോളം അങ്ങനെ സുദീർഘമായി റുകൂയിൽ കഴിഞ്ഞു. പിന്നീട് ഇഅ്തിദാലിലേക്ക്, പിന്നീട് സുജൂദിലേക്ക്. എത്രയാ സുജൂദിൽ കടന്നത്? സുദീർഘമായ രൂപത്തിൽ സുജൂദിൽ കിടക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുറേ നേരം കഴിഞ്ഞിട്ടും മുത്തുനബിയുടെ ഒരു അനക്കവും കാണുന്നില്ല. ഖശീതു അന്നഹു ഖുബിലാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സുജൂദിൽ കിടന്നങ്ങ് വഫാത്തായി പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഒരനക്കവുമില്ലാതെ സുദീർഘമായി അങ്ങനെ കിടക്കുകയാണ്. മുത്തുനബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയോ എന്ന് ഞാൻ ഭയന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ വജത്തു ബർദത്തദ്ദുമൂഇ തഹ്ത ഖദമയ്യ, എൻ്റെ രണ്ട് കാലിന്റെ അടിഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ട് ആ കണ്ണുനീരിങ്ങനെ തളം കെട്ടിക്കിടന്നിട്ട് അതിന്റെ ഈർപ്പം, അതിന്റെ തണുപ്പ് എൻ്റെ കാലിൽ സ്പർശിച്ചെന്ന് മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ. ഇങ്ങനെ നമ്മൾ കരയണം. കരയാൻ ഭാഗ്യം ലഭിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്ന ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ പരിവർത്തനം സിദ്ധിപ്പിക്കട്ടെ. ഇങ്ങനെ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ നമ്മൾ കരയണം. അങ്ങനെ കരഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നും എല്ലാ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നാം കരഞ്ഞാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1000 രാത്രിയേക്കാൾ 1000 മാസങ്ങളേക്കാൾ പവിത്രതയുള്ളതായ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട രാവിലാണ് നാം നിറഞ്ഞത്. അങ്ങനെ കരഞ്ഞാൽ, ഹൃദയങ്ങൾ സജലങ്ങളായാൽ, കണ്ണുനീർ ഈറണിഞ്ഞായാൽ എത്രയോ ദിവസങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തതിന് തത്തുല്യമായി മാറും. അതുകൊണ്ട് ഈ രാത്രിയുടെ മഹത്വത്തെ നാം തിരിച്ചറിയണം. നമുക്കൊക്കെ പരിചിതമായൊരു ചരിത്രമുണ്ട്, ശംഊനുൽ ഗാസിയുടെ ചരിത്രം. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും എല്ലാ ലൈലത്തുൽ ഖദറിന്റെ ചരിത്രവും പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. ശംഊനുൽ ഗാസി അള്ളാഹുവിന്റെ മാർഗത്തിൽ 1000 വർഷക്കാലഘട്ടം യുദ്ധം ചെയ്ത് പോരാടി അവസാനം സ്വന്തം ഭാര്യയുടെ കയ്യാൽ വഞ്ചിക്കപ്പെടുകയും അങ്ങനെ ശത്രുക്കളുടെ മുമ്പിൽ എത്തിപ്പെടുകയും അങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ മുറിക്കപ്പെടുകയും ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു അനുവാദം നൽകുകയും അങ്ങനെ വലിയ തൂണിൽ ബന്ധിപ്പിച്ചിരുന്ന അദ്ദേഹം തൂൺ ചലിപ്പിക്കുമ്പോൾ ആ മേൽക്കൂര മുഴുവനും താഴേക്ക് വീണ് ശത്രുക്കൾ മുഴുവനും നശിച്ചു പോവുകയും വീണ്ടും 1000 വർഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ തൃപ്തിയിലായി യുദ്ധം ചെയ്യുകയും ചെയ്ത ശംഊനുൽ ഗാസി മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞപ്പോഴാണ് സ്വഹാബത്ത് ഇങ്ങനെ വല്ലാതെ കുതിച്ചത്. അതുപോലൊരു പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടുമോ എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയത്. ഖൈറും മിൻ അൽഫി ശഹർ, അതെത്രയാണ്? 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമെന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയുമെങ്കിലും അങ്ങനെയല്ല. 1000 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് എത്രത്തോളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. 1000 മാസം എന്നല്ല, 1000 മാസത്തേക്കാൾ. ഇത് വലിയൊരു പ്രയോഗമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണം പറയുന്നിടത്ത് പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. വലതജിദന്നഹും അഹറസൻ നാസി അലാ ഹയാത്തിൻ വമിനൽ ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറ അൽഫ സന.
അള്ളാഹു പറയുകയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാമുൻ റാസി റഹിമഹുല്ല പറയുന്നു, 1000 മാസമെങ്കിലും ജീവിക്കണമെന്നാണ് ഓരോ കാഫിരീങ്ങളായ ആളുകളും ആഗ്രഹിക്കുന്നത്. പക്ഷെ 1000 മാസം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര ജീവിച്ചാലും അവർക്ക് മതിയാവുകയില്ല. ആ ഒരു അളവാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പരിധി പറയാൻ പറ്റുകയില്ല അതിന്റെ പ്രതിഫലം. ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ അതിന് അളവ് നിശ്ചയിക്കപ്പെടാൻ പറ്റുന്നതല്ല, എത്രയും എന്നാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു പദപ്രയോഗമുണ്ടല്ലോ, നായെ 12 കൊല്ലം അതിന്റെ വാല് കുഴലിട്ടാലും ചൊവ്വാവൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രയോഗം എത്ര കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് എന്നർത്ഥം. അത് കാലാകാലം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത എന്നത് നമുക്ക് നമ്മുടെ ബുദ്ധിയാൽ ചിന്തിക്കപ്പെടുന്ന ഒരു മാസത്തിന്റെ കണക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അത്രയും പ്രതിഫലമാണ് ഈ രാത്രിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പല തെളിവുകൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാകുമ്പോൾ ആ ലൈലത്തുൽ ഖദർ എന്തുകൊണ്ട് 27ന്റെ രാവിലാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നതിൻ്റെ അടുത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് മഹാനവറുകൾ പറയുന്നത് ലൈലത്തുൽ ഖദർ എന്ന ആ ഖുർആൻ ഇന്ന സൂറത്തുൽ ഖദർ അതിലാകെയുള്ളത് 30 കലിമത്തുകളാണ്. ഇന്ന എന്നുള്ളതൊരു കലിമത്ത്, ഇന്ന അൻസൽന മറ്റൊരു കലിമത്ത്, അങ്ങനെ എണ്ണി വരുമ്പോ 30 കലിമത്താണുള്ളത്. ആ 30 കലിമത്തിൽ ഹിയ ലൈലത്തുൽ ഖദർ, അത് ഹിയ എന്ന പദം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറയുന്ന ആ ഹിയ എന്ന പദം 27ാമത്തെ പദമാണ്. അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഹിയ എന്ന പദം അത് ലൈലത്തുൽ ഖദറിലേക്ക് സൂചിപ്പിക്കപ്പെടുന്നതാണ്. ഹിയ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അവിടെ ആ ഹിയ എന്നത് 27ാമത്തെ പദമാണ്. അതുകൊണ്ട് 27ന്റെ രാവിൽ ഏറെ പ്രതീക്ഷിക്കപ്പെടണം. മറ്റൊരു പ്രയോഗം ലൈലത്തുൽ ഖദർ എന്നുള്ളത് 9 അക്ഷരമാണ്. അത് 9 3 27 3 പ്രാവശ്യം ആ സൂറത്തിൽ ലൈലത്തുൽ ഖദർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 9 3 27 27ന്റെ രാവ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആ ഒറ്റയിൽ തന്നെ 7നോട് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുണ്ട്. 7 ദിവസങ്ങൾ 7 ആകാശങ്ങൾ, അങ്ങനെ അല്ലാഹു 7നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവസാനത്തെ 10ൽ പ്രതീക്ഷിക്കപ്പെടാൻ പറയുന്ന ആ ലൈലത്തുൽ ഖദർ 27ന്റെ അന്നാവാൻ സാധ്യത ഏറെയാണ്. അങ്ങനെ പല അഭിപ്രായങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ലൈലത്തുൽ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാവർക്കും ആ സലാം മലായിക്കത്തിന്റെ സലാം ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ തനസ്സലുൽ മലായിക്കത്തു വറൂഹ് എന്ന് പറഞ്ഞാൽ 7 ആകാശത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നും സിദ്റത്തുൽ മുൻതഹിൽ നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. ഒരു കണക്കുമില്ലാത്ത രൂപത്തിലുള്ള മലക്കുകൾ. സാധാരണ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരാറുണ്ട്. ആ ഇറക്കി വരലല്ല ഈ ഉദ്ദേശം. തനസ്സുലുൽ മലായിക്കത്തു വറൂഹ് എന്ന് പറഞ്ഞാൽ തനസ്സലുൽ മലായിക, മലാക്കമാർ ഇങ്ങനെ ഇറങ്ങി വരും. വറൂഹ് റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്ന രൂപം ഓരോ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന മലക്കുകൾ പിന്നീട് കയറിപ്പോവുകയില്ല. അവരിങ്ങനെ ഇവിടെ നടക്കും, ഈ ഭൂമിയിലാകെ ഇങ്ങനെ ഉല്ലസിക്കും. അവരോരോരുത്തരെയും ഓരോ മുസ്ലിമീങ്ങളെയും ചെന്ന് മുസാഫഹത്ത് ചെയ്യും. ആ കൂട്ടത്തിൽ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രത്യേകമാക്കപ്പെട്ട മലായിക്കത്തുകൾ, ആ മലായിക്കത്തുകളിൽ പ്രധാനിയാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ മലക്കുകൾക്കും റഅഫത്തും റഹ്മത്തുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. എല്ലാവരിലേക്കും അത് എത്തിക്കുവാൻ വേണ്ടി 4 കൊടി കൂടെ ഉണ്ടാവും. ഒന്ന് അലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഖബറിന്റെ മുകളിൽ നാട്ടപ്പെടും. അതാണ് ലിവാഉൽ മഗ്ഫിറ, മഗ്ഫിറത്തിന്റെ കൊടി. മറ്റൊന്ന് ലിവാഉർ റഹ്മ, റഹ്മത്തിന്റെ കൊടി. അത് ഫൗക്കൽ കഅബ, കഅബയുടെ മുകളിൽ നാട്ടപ്പെടും. മറ്റൊന്ന് ലിവാഉൽ കറാമ, കറാമത്തിന്റെ കൊടി. അത് ഫൗക്കസ് സഖറതി ഫീ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ആ പാറയിൽ നാട്ടപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് വേണ്ടി പുറപ്പെടുന്ന ഒരു പാറയുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ നിന്നാണല്ലോ പുറപ്പെടുന്നത്. ആ പാറയുടെ മുകളിൽ നാട്ടപ്പെടും. മറ്റൊന്ന് ലിവാഉൽ ഹംദ്, അത് തൂരി സീനാ പർവ്വതത്തിൽ നാട്ടപ്പെടും.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തുകളെ പ്രത്യേകം ആ 4 കൊടി കൊടുത്തു വിട്ടുകൊണ്ട് ഈ ഭൂമി ലോകത്തിലേക്ക് ഇറക്കി വിടും. മലാഖമാർ പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ പോകും. എല്ലാവർക്കും സലാം പറയും, എല്ലാ വീട്ടിലും പ്രവേശിക്കും, എല്ലാവരോടും സലാം പറയും. എന്നാൽ കള്ള് നിത്യമായി ഉപയോഗിക്കുന്നവർ, ഖാതിഉർ റഹ്മ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ, പന്നി മാംസം നിത്യമായി കഴിക്കുന്ന ആളുകൾ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളിലേക്കൊന്നും അള്ളാഹുവിന്റെ മലായികത്തുകൾ കടന്നു വരികയില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ മലായികത്തിന്റെ സ്പർശനം നമുക്ക് കിട്ടണം. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്ന ദിവസം ലൈലത്തുൽ ഖദറിന്റെ ദിവസം. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രവർത്തനം സുജൂദ്. അത് നാം ധാരാളമായി ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുജൂദിൽ കടന്നുകൊണ്ട് നാം അള്ളാഹുവിനോട് അവന്റെ ഏറ്റവും വലിയ മഹത്വത്തെ ഇങ്ങനെ പറഞ്ഞ് വാഴ്ത്തി പറയുമ്പോൾ അള്ളാഹുമായി നാം ഏറ്റവും കൂടുതൽ അടുക്കുകയാണ്. അഖ്റബുമായ യകൂനുൽ അബ്ദു വഹുവ സാജിദ്. അള്ളാഹുവിലേക്ക് ഒരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിലായി കടക്കുമ്പോഴെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ സുദീർഘമാക്കുന്നില്ല. ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ സുജൂദിൽ കടന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് നിത്യമായി ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ അറബിയിൽ തന്നെ ദുആ ചെയ്യുക. ആ പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലുമ്പോൾ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ കതീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, എനിക്ക് നീ പുറത്തു നൽകണേ അല്ലാ. ഒന്നുമില്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി എന്നെങ്കിലും പറയാം. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി. ഈ രൂപത്തിലുള്ള ദിക്റുകൾ നാം സുന്നത്ത് നിസ്കാരങ്ങളിൽ, ഒറ്റക്ക് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം നാം അത് പതിവാക്കിയാൽ നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ സ്വർഗപ്രവേശനം, നരകമോചനം, ഇതൊക്കെ നമുക്ക് തേടാം സുജൂദിൽ കടന്നുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും നരകത്തിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ പറ്റി പറഞ്ഞത്, നരകത്തിന്റെ കാഴ്ച പറഞ്ഞത്, ആ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ മാംസളമാകുന്ന ശരീരഭാഗങ്ങളെല്ലാം വെന്തുരുകുമെന്നാണ്. അങ്ങനെ വെന്തുരുകിയിട്ട് ഒരു മനുഷ്യന്റെ മുഖം ഒരു സ്കെൽട്ടൻ പോലെ, ഒരു അസ്ഥികൂടം പോലെ ആകുമെന്നാണ്. മാംസങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പരിശുദ്ധമായ ഖുർആൻ അത് പറയുന്നുണ്ട്. ഖിലാലുൻ മലായിക, ആ കഠിന ഹൃദയരാകുന്ന മലായികത്തുകൾ വന്നിട്ട് അവർ ഈ രൂപത്തിൽ നരകത്തെ കാത്തു നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുന്ന നരകവാസികളുടെ അവസ്ഥയെ പറ്റി പറയുന്നത്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖൽ അദാബ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അവരെല്ലാം നരകത്തിലേക്ക് പ്രവേശിക്കും. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദാ. അവരുടെ ചർമ്മങ്ങളെല്ലാം വെന്തു പോകുമ്പോഴെല്ലാം ശിക്ഷകളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുവാൻ വേണ്ടി നാം അവർക്ക് വേറെ വേറെ ചർമ്മങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു ശരീരത്തിന്റെ ആ മാംസളമായ ആ ചർമ്മങ്ങളെല്ലാം ഇങ്ങനെ വെന്തുരുകുമ്പോൾ ഒന്ന് ആശ്വാസമായി എന്ന് കാണുമ്പോൾ വീണ്ടും പുതിയ ചർമ്മങ്ങൾ വരും, അതും ഇങ്ങനെ വെന്തുരുകും. ഒന്നോർത്ത് നോക്കൂ, ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന നമുക്കൊരല്പനേരം ഒരു കയ്യിലൊരു ഇച്ചിരി തീയൊന്ന് പാളിയാൽ എന്ത് വേദനയാണ്, എന്ത് പൊള്ളല. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വലിയൊരു സൗഭാഗ്യം നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ പറഞ്ഞു വെച്ചല്ലോ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നമ്മൾ അല്ലാഹുവിനോട് ഈമാൻ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന, അല്ലാഹ് എന്റെ പാപങ്ങൾ പൊറുക്കണം, എന്റെ പാപങ്ങൾ പുറത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അസ്അലുക്കൽ ജന്നത, എനിക്ക് നീ നിന്റെ സ്വർഗം നൽകണം. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും ഉന്നതമായ രൂപത്തിലുള്ള ആ സ്വർഗമാണ് എനിക്ക് വേണ്ടത്. അത് ചില ആളുകളെ അല്ലാഹ് നീ നരകശിക്ഷ കൊടുത്തതിന് ശേഷമാണ് ചില ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയാകരുത്. വഅഊദു ബിക മിനൻ നാർ.
ആ നരകത്തിൽ നിന്നും ഒഴിവായി കിട്ടണം. അതായിരിക്കണം ഒരു മനുഷ്യൻ നിരന്തരം അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ അങ്ങനെ 3 പ്രാവശ്യം നരകത്തെ തൊട്ട് കാവലിനെ ചോദിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയും, അല്ലാഹു ആ മനുഷ്യനെ എന്നിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന് പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും എല്ലാം 7 പ്രാവശ്യം അല്ലാഹുമ്മ ജിർനി മിനന്നാർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു അദബിന്റെ ഒരു പാഠമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച ഇത്തരത്തിലുള്ള ദുആകളിലെല്ലാം ഒരു അദബുണ്ട്. അല്ലാഹുവേ എനിക്ക് നീ നരകം തരല്ലേ എന്നല്ല പറയുന്നത്, അജിർനി മിനന്നാർ, നരകത്തെ തൊട്ട് കാത്തി രക്ഷിക്കണേ അല്ലാ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ രോഗം തരല്ലേ എന്ന് പറയരുത്, രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യേണ്ടത്. അതൊരു അദബിന്റെ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന സത്യവിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.